ഒരു കുറ്റി പുട്ടും ഒരു ഏത്തക്കയുമായിട്ടാണ് രാവിലെ കഴിക്കാനായിട്ട് ഇരുന്നത്. ഇവിടെ എല്ലാവർക്കും കഞ്ഞിയും പയറുമായിരുന്നു രാവിലെ. അതുകൊണ്ട് എനിക്കത് വേണ്ടാനോണ്ട് ഇതുണ്ടാക്കി കഴിച്ചിട്ട് കുറച്ച് നട്ട്സ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ക്യാഷ്നട്ടും ബദാമും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെൽത്തി ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്താടെയൊക്കെ ആനിവേഴ്സറി ആയതുകൊണ്ട് അവർ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഞാൻ അധികം ഷുഗർ കട്ട് ആയതുകൊണ്ട് ഇത്തിരി കഴിച്ചു. വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഓറഞ്ചും പിന്നെ ഏതാണ്ടൊക്കെ അടങ്ങിയ ഒരു കരിക്കും വെള്ളവും മാത്രമാണ് വലിയ കാടാക്കിയത്. പിന്നെ ഒരു പ്ലമ്മും കഴിച്ചായിരുന്നു. 11:30 രാവിലത്തെ കഞ്ഞിയും പയറും ഒരു ഇച്ചിരി അധികം വന്നിരിക്കുന്നത് കണ്ടായിരുന്നു. അതെടുത്ത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കൊഞ്ചു വറുത്തതും പച്ചച്ചീര തോരനും വെള്ളച്ചമ്മന്തിയും മുളക് വറ്റിച്ചതും അയലക്കറിയും പുളിയിഞ്ചിയും ചോറും പിന്നെ ഒരു ഇച്ചിരി മൂരുമായിട്ട് കൂട്ടി കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു. എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മധുരം കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആ വിചാരം മാറ്റി വെച്ചപ്പോഴാണ് ഒരു ടിന് ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്. പിന്നെ ആ വിചാരം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ ഐസ്ക്രീം ഫ്രാപ്പയും കുടിച്ചു. വൈകിട്ട് ഓട്ടടയായിരുന്നു കേട്ടോ ചായയുടെ. എനിക്കത് വേണ്ടാനോണ്ട് ഒരു ഷവർമ വരുത്തിയിട്ട് ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിച്ചു. ഓട്ടട നല്ലതാണെന്ന് പറയുന്ന കേട്ടുണ്ട് 2 അത് കഴിച്ചു. പിന്നെ മക്കടമേ നട്ട്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബുക്ക് വായിക്കാനായിട്ടിരുന്നപ്പോൾ ഒരു 1/2 ആപ്പിൾ തിന്നു. 2 മൾട്ടിഗ്രെയിൻ ബ്രെഡ്. പിന്നെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പയറും അരിയൊക്കെ ഇട്ട് ഉമ്മ പായസം ഉണ്ടാക്കി അത് കഴിച്ചു. കേഹ്പൂരി കഴിക്കാനായിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി അത് കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വേറെ ആർക്കും വേണ്ടായിരുന്നതുകൊണ്ട് അത് മുഴുവൻ ഞാൻ തന്നെ ഒതുക്കി. അത് ഒതുക്കി വന്നപ്പോഴത്തേക്ക് ഒരു ഉമ്മിക്ക പായസം കൂടെ കുക്കറിൽ ഇരിക്കുന്നുണ്ടോ അതും കൂടെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ 4 പീസ് കേക്ക് വാപ്പായെ കൊണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിപ്പിച്ചു. വേണ്ടാനോണ്ട് രാവിലെ അധികം വന്നത് അവർക്ക് അങ്ങ് കൊടുത്തു വിട്ടായിരുന്നു. ഇപ്പം വാങ്ങിപ്പിച്ചത് 4 സൈസ് ആയിരുന്നു. ഷുഗറിനോട് വലിയൊരു ക്രേവിംഗ് ഇല്ല. തോന്നുമ്പോൾ മാത്രം ഒരു ഇത്തിരി കഴിക്കും. 4 പീസ് കേക്ക് പതുക്കെ ഇരുന്ന് ഒതുക്കിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ മധുരം ഇല്ലാതെയും കുടിച്ചു. പക്ഷെ രാത്രി കഴിക്കാൻ ഞങ്ങൾക്ക് ചോറിലായിരുന്നു. അതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഒന്ന് കാട്ടി കഴിക്കും ചെയ്യണ്ട. ഓൾക്ക് ഇത് കാട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിക്കുമെന്ന് ഇത്തരം കഴിക്കുന്ന സാധാരണ ചോറിന് ഒരാൾക്ക് അറിയാം ഓൾ ഇത്തരം കഴിക്കില്ല എന്ന്. നമുക്ക് സാധിക്കാൻ പറ്റുള്ള ഇത് കഴിക്കാൻ. നമ്മൾ രാവിലെ ഒരു പുട്ടും ഒരു മുട്ടയും കഴിച്ച് പിന്നെ ഉച്ച വരെ അടുത്ത ഭക്ഷണം കഴിക്കണ വരെ അത് വയറ്റിലുണ്ടാവും. പിന്നെ എങ്ങനെ സാധിക്കണം ഓൾക്ക്? ആൾ പൊട്ടന്മാരായിരിക്കും നമ്മളെ. ശരിയല്ല ഗൈസ്, ആലോചിച്ച് നോക്കുക. പിന്നെയാണ് ഇത്ര സാധനങ്ങൾ കഴിക്കണമെന്ന് പറയണേ. ഇതിന് ലോജിക്ക് വേണ്ടേ? രാത്രി വൈകിട്ട് കഴിച്ചിട്ട് രാത്രി പോയി കഴിക്കണം. എന്തായി കാട്ടണേ? ആരെ കാട്ടണേ? എന്നിട്ട് ഞാൻ ഡയറ്റിങ്ങിനാണ്. മധുരം കട്ട് ചെയ്തേക്ക് വന്നു. എന്താ കാട്ടണം? എന്താ കഥ എൻ്റെ ഒന്ന് പറയാമോ?